PV അൻവർ MLA സ്ഥാനം രാജിവെച്ചു, ഫൈൻ. പക്ഷെ അതൊന്നുമല്ല ഇതിൻ്റെ സീരിയസ് ഇഷ്യൂ. PV അൻവറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. അതായത് നിയമസഭയിൽ ഓൺ റെക്കോർഡ്, അതായത് സ്പീക്കറിൻ്റെ അനുമതിയോടുകൂടി നടത്തിയൊരു പ്രസംഗമുണ്ട്. നിങ്ങളും കേട്ട് കാണും. അപ്പം ഞാനിത് കേട്ടപ്പോഴേ റബ്ബിഷാന്നപ്പോഴേ തള്ളി. അതായത് VD സതീശൻ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ്. അപ്പം അയാൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണമാണ്. സതീശൻ ആരോ ആയിക്കോട്ടെ, പക്ഷെ പ്രതിപക്ഷ നേതാവാണ്. അതാണ് അവിടുത്തെ ഇഷ്യൂ. എന്താണ് ഉന്നയിക്കുന്ന ആരോപണം? 180 കോടിയുടെ കള്ളപ്പണം. പുള്ളി പറയുന്ന റൂട്ടുകളുണ്ട്. കടലിൽ കൂടെ വന്നു, ആംബുലൻസിൽ കൂടെ വന്നു, ലോറിയിൽ കൂടെ പോയി. ഇതെല്ലാം കൂടെ വെച്ചോണ്ട് പുള്ളി ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയേണ്ട യാഥാർത്ഥ്യം? ഇത് ഭയങ്കര സീരിയസ് അലിഗേഷനാണ്. മുഖ്യമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. ഇന്ത്യയിലെ ഭരണഘടനയുടെ എല്ലാം ഉൾക്കൊണ്ട് ഗവർണറുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി, പുള്ളിയാണ് ഇതെല്ലാം എഴുതി കൊടുത്ത് ടൈപ്പ് ചെയ്ത് അൻവറിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത്. ഇത് സീരിയസ് ഇഷ്യൂ ആണ്. അതായത് ബേസ്ലെസ് ആയിട്ടുള്ള കാര്യം. ഒരു സ്റ്റേറ്റിൻ്റെ CMൻ്റെ ഓഫീസിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെതിരെ ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ. മനസ്സിലാക്കുക, പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ബേസിക്കലി ഈ ഹോം മിനിസ്ട്രി എന്ന് പറയുന്ന സംഭവം, അതായത് പോലീസിനെ ഭരിക്കുന്നത്. അയാളാണ് ഇത് ചെയ്തു കൊടുത്തേക്കുന്നതെന്ന് അൻവർ വളരെ കട്ട് ത്രോട്ടായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മീഡിയയുടെ മുമ്പിൽ വെച്ചാൽ പറഞ്ഞേ. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യൻ ഭരണഘടനയെ പൂർണ്ണമായിട്ടും ഡീറെയിൽ ചെയ്യുന്ന രീതിയിൽ ശശി പെരുമാറി. ഉറപ്പായിട്ടും ഇതിനെപ്പറ്റി അന്വേഷണം വരണം, നടന്നേ മതിയാവത്തുള്ളൂ. ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തെറ്റായ കാര്യങ്ങൾ, ഇത്രയും സീനിയർ പോസ്റ്റിൽ, പൊളിറ്റിക്കൽ പോസ്റ്റാണ്, പക്ഷേ അവിടെ വളരെ സീനിയറായിട്ട് വൈറ്റലായിട്ടുള്ള പോസ്റ്റിൽ ഇരിക്കുന്നയാൾ ഇതേപോലെയുള്ള സംഭവം ഭരണകക്ഷിയിലെ ഒരു MLAക്ക് കൊടുക്കുന്നു, അതും പ്രതിപക്ഷ നേതാവിനെതിരെ സഭയിൽ ഉന്നയിക്കാൻ. ഇത് മുഖ്യമന്ത്രി സിമ്പിളായിട്ടൊരു അന്വേഷണം നടത്തിയിട്ട്, അതായത് മുഖ്യമന്ത്രിയുടെ തലത്തിൽ അന്വേഷണം നടത്തിയിട്ട് ശശി കുറ്റക്കാരനാണെങ്കിൽ ശശിയെ പുറത്താക്കണം. കാരണം അല്ലെങ്കിൽ ഇതുപോലെ പറയത്തില്ലല്ലോ. കാരണം ഇതേപോലെ ഓരോ കാര്യങ്ങൾ വെച്ച് ഇത് ശശിയാണ് കൊടുത്തതെന്ന് പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്ത് പറയുന്നതിൽ ഓരോ പോയിന്റുകളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു ചെറിയ അലിഗേഷനൊന്നുമല്ല, സീരിയസ് അലിഗേഷനാണ്. അതായത് ശശി എന്ന് പറയുന്നയാൾ പക്കാ മുഖ്യമന്ത്രിയെ ഹൈജാക്ക് ചെയ്തു. അതും കൂടെ ഇതിനകത്തുണ്ട് സംഭവം. നേരത്തെ ശിവശങ്കറിൻ്റെ കാര്യമുണ്ട്. അത് കഴിഞ്ഞ് ശശിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി, അല്ല പറ്റത്തില്ല. അതായത് പോലീസ് ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അതിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതേപോലെയുള്ള അലിഗേഷൻ, ബേസ്ലെസ് അലിഗേഷൻ പ്രതിപക്ഷ നേതാവിനെതിരെ പറയാൻ നിയമസഭയിൽ കൊടുക്കുന്നു. അത് ഓൺ റെക്കോർഡാണ്. അപ്പോൾ സതീശൻ അന്നത്തെ പ്രസംഗം, സതീശൻ പറഞ്ഞ പ്രസംഗങ്ങൾ റെക്കോർഡിൽ നിന്ന് മാറ്റണം, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് സതീശന് അന്നത്തെ റിപ്ലൈ. ഇപ്പം പോയിട്ട് സതീശനോട് മാപ്പും പറഞ്ഞു, തെറ്റായിപ്പോയി, ഇത് ശശി പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. സോ ഇത് വളരെ സീരിയസ് ഇഷ്യൂ. അൻവർ ഏത് പാർട്ടി പോകുന്നു, മറ്റുള്ള സംഭവങ്ങളൊക്കെ വേറെ. അതായത് നമ്മൾ എങ്ങനെ നോക്കിയാലും, അതായത് ഇത് സുവമോട്ട കേസായിട്ട് ഹൈക്കോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് വലിയ സീരിയസ് ഇഷ്യൂ അല്ലയോ. കാരണം എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, കാരണം മുഖ്യമന്ത്രി പൊളിറ്റിക്കലി വരുന്നതാണ്, പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏറ്റ് കഴിഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയമില്ല. അങ്ങനെയാണ് വെക്കുന്നത്. അങ്ങനെ ഒരു ഓഫീസിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ ഇതേപോലെ ബേസ്ലെസ് അലിഗേഷൻ 180 crores അതിനെപ്പറ്റി ഉന്നയിച്ചതിൻ്റെ പ്രധാന സൂത്രധാരൻ ഇന്നയാളാണെന്ന് പറയുമ്പോൾ ഇത് സിമ്പിളായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. ഇത് വരാൻ ദിവസം കേരളത്തിൽ വലിയ ഇഷ്യൂ ആകാൻ പോവുകയാണിത്. കാരണം ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എങ്കിൽ
പിന്നെ ആർക്കാണ് ഇതിൻ്റെ അകത്ത് പ്രോപ്പർ മെസ്സേജ് എന്താ കൊടുക്കുക, സന്ദേശം എന്തുവാ? ഇതിനകത്ത് ഓരോ സന്ദേശങ്ങളും കൂടെ ഉണ്ട്. ഇപ്പോൾ ശശി പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു, അല്ല ഡിഫമേഷൻ കേസ് കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും, അതൊക്കെ കൊടുക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് മുഖ്യമന്ത്രി അന്വേഷിക്കണം. കാരണം ഉറപ്പായിട്ട് സെൻട്രൽ ഏജൻസി അന്വേഷിക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. ശശി അത് ചെയ്തോ ഇല്ല. കാരണം കേരള പോലീസ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് കേരള പോലീസ് ഭരിക്കുന്നത്. അപ്പോൾ കേരള പോലീസിനെ കൊണ്ടെന്ത് അന്വേഷണം നടക്കുന്നത്? ഞാനീ പറയുന്നതിൻ്റെ അകത്ത് അത് ഡെപ്ത് മനസ്സിലാക്കുക. ഇത് സീരിയസ് ആയിട്ട് സെൻട്രൽ ഏജൻസി അന്വേഷിച്ചിട്ട് ആരാണ് കുറ്റവാളി അവർക്കെതിരെ നടപടിയെടുക്കണം. സംഭവം സീരിയസ് ആയിട്ട് എടുക്കണം. ഇതൊരു ബനാന റിപ്പബ്ലിക് ആക്കാനും മുഖ്യമന്ത്രി പാർട്ടി ആണെങ്കിലും ക്രാപ്പാണെങ്കിലും അതൊക്കെ വേണ്ടി ഇരിക്കട്ടെ. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ ജനാധിപത്യ വിശ്വാസികളാണ്. അപ്പോൾ ജനാധിപത്യത്തിനകത്ത് മൂല്യങ്ങളുണ്ട്, ഭരണഘടന ശാസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ മുഴുവനും വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ പി ശശി പ്രവർത്തിക്കുന്നുവെങ്കിൽ ശശിക്കെതിരെ നടപടിയെടുക്കണം, ഉറപ്പായിട്ട് കൊടുക്കണം. ശശി ആരാണെങ്കിലും നടപടിയെടുക്കണം. കാരണം തെറ്റ് തന്നെയാണ്, തെറ്റായിട്ട് തന്നെ കാണാൻ പറ്റുകയുള്ളൂ. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് സോൾവ് ചെയ്യുന്നതൊക്കെ തെറ്റ് തന്നെയാണ്. ഉപ്പ് തിന്നുന്നതും വെള്ളം കുടിക്കണം. ഇനി മുഖ്യമന്ത്രിക്ക് അതിൻ്റെ അകത്ത് പങ്കില്ല എങ്കിൽ മുഖ്യമന്ത്രി പറയാൻ തയ്യാറാകണം, എനിക്കിൻ്റെ അകത്ത് പങ്കില്ല, എനിക്കിത് അറിയത്തില്ല. ഇപ്പം ശശിയോട് ചോദിച്ചത് ബേസിക്കലി ഇതിനെപ്പറ്റി എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇതിനെതിരെ എൻക്വയറി വരണം. അല്ലെങ്കിൽ ഇത് ഇവിടുത്തെ ജുഡീഷ്യലും കോർട്ടും എല്ലാം കയറി ഇടപെടും. ഇത് സീരിയസ് ആയിട്ട് ചെറിയ രീതിയിലൊന്നും അല്ല. ഇത് കാരണം കോൺസ്റ്റിറ്റ്യൂഷനെയും ഭരണഘടനയൊക്കെ ബാധിക്കുന്ന ഇഷ്യൂ. കാരണം നിയമസഭയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം വളരെ സീരിയസ് ഇഷ്യൂ ആണ്. നടപടി എടുത്തേ മതിയാകത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ വലിയ പാടാണ്.